പ്രിയരെ, ലൂക്കായുടെ 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളിൽ എലിസബത്തിൻ്റെ പ്രസവത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഏറെ കാലത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് ആ ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ജനനശേഷം എന്ത് പേര് വിളിക്കണം എന്നുള്ള സംശയത്തിൽ എലിസബത്ത് യോഹന്നാൻ എന്ന പേര് നിർദ്ദേശിക്കുകയും തൻ്റെ ഭർത്താവായ സക്രിയ അതിനോട് യോജിക്കുകയും ചെയ്തു. അതിനുശേഷം അത്ഭുതം അവിടെ നിന്ന എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കുഞ്ഞ് സംസാരിക്കുവാൻ തുടങ്ങി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ വരുവാൻ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിനോട് കൂടെ നിൽക്കുകയും ചെയ്യണം. യോഹന്നാൻ എന്നുള്ളത് ഇതിൽ ഹീബ്രു പേരാണ്. ഈ പേരിനർത്ഥം ദൈവം കൃപാലു ആകുന്നു, അല്ലെങ്കിൽ കർത്താവ് കരുണ കാണിക്കുന്നു എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ഒരു പ്രധാന ക്രിസ്തീയ ഉത്സവമാണ് ക്രിസ്തുമസ്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഇത് ആഘോഷിക്കുന്നു. ക്രിസ്തുമസ് ഒരു പുണ്യ ദിനമാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നന്മ നിറവേറ്റുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സത ഉണ്ടാകുവാനും എല്ലാത്തിനും വേണ്ടി ക്രിസ്തുമസ് നമ്മളെ ഒരുക്കുന്നു. അതിനായി നമ്മൾ പൂർണ്ണ മനസ്സോടും ഹൃദയത്തോടും വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുങ്ങുവാനും ഈ വരുന്ന ക്രിസ്മസിന് നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു.